അങ്ങനെ +1 റിസൾട്ട് വന്നു. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ഫീലിംഗ് ആണ് ആ സമയത്ത് ഉണ്ടായത്? ഭയങ്കര സന്തോഷമാണോ അതോ വല്ലാത്ത നിരാശയാണോ? ഏതാണെങ്കിലും നിങ്ങൾ ഇപ്പൊ കമന്റ് ചെയ്തിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം എനിക്ക് പറയാനുള്ളത് ആ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളോടാണ്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് കരയാം, നിങ്ങൾക്ക് സങ്കടപ്പെടാം, പക്ഷെ അവിടെ നിന്ന് പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സമയം ഒരുപാടുണ്ട്. ആൻഡ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തല്ല, ഫൈനൽ റിസൾട്ട് അല്ല. ഇവിടെ നിങ്ങൾക്ക് ഗ്രേഡ് പോലും വന്നിട്ടില്ല, ചെക്ക് ചെയ്യാം. നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങളുടെ +2 വരുന്ന ഫൈനൽ റിസൾട്ട് ആണ് നിങ്ങളുടെ ആക്ച്വലി ഉള്ള റിസൾട്ട്. അതിലേക്കുള്ള ഒരു ജസ്റ്റ് ഒരു കണ്ണാടി. അതായത് നിങ്ങൾ +1 +2 പഠിക്കുന്നത് റൈറ്റ് വേയിലാണോ, ശരിയായ രീതിയിലാണോ, അതോ SLC പോലെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആ പഠിക്കേണ്ട രീതി പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് ഒരു പകുതി ഒന്ന് നിങ്ങളൊന്ന് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിപ്പിക്കുക. ഈ രീതി പഠിച്ചാൽ ശരിയാകില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഗൈഡായിട്ട് ഈ റിസൾട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓർക്കുക, ഇതൊരു റിപ്പോർട്ട് മാത്രമാണ്, നിങ്ങളുടെ കഴിവിന്റെ അവസാന വിധിയല്ല. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിസൾട്ട് കണ്ട്, നിങ്ങളുടെ റിസൾട്ട് കേട്ട് ഒരുപാട് പേര് ചിരിക്കുന്നുണ്ടാകാം ഉള്ളില്, ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാകാം ഉള്ളില്. അത് നിങ്ങളുടെ പാരന്റ്സ് ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ചിരിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ നേരെ റിവേഴ്സ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വിഷമിക്കുന്ന ആളുകളൊക്കെ ഒരു ദിവസം ചിരിക്കും. നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ സന്തോഷിക്കും, നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ റിസൾട്ട് മാറ്റി വരുത്താൻ പറ്റും. സ്റ്റിൽ +2 ഈസ് യുവർ കംബാക്ക്. +2 നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു കംബാക്കിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അത് യൂസ് ചെയ്യണം. അത് എങ്ങനെയാ സർ ഈ റിസൾട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം സർ. എങ്ങനെ എഡിറ്റ് ചെയ്യാം സർ? ഇംപ്രൂവ്മെന്റ് ഉണ്ട് സർ. ആ ഇംപ്രൂവ്മെന്റിൽ ഏതൊക്കെ വിഷയം കൃത്യമായി എഴുതണമെന്ന് നോട്ട് ചെയ്ത് അത് പഠിച്ച് ഇപ്പൊ തന്നെ തുടങ്ങി മുന്നോട്ട് പോകണം. ഓണം എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി +2 മാർക്ക് നിങ്ങളുടെ കൂടും. ഇംപ്രൂവ്മെന്റിലൂടെ +1 മാർക്ക് മുന്നോട്ട് പോകും. സോ പിന്നെ ഇവിടെ നിരാശയുടെ ആവശ്യമുണ്ടോ? നിരാശപ്പെട്ടിരിക്കുന്നവരോടാണ് പറയാനുള്ളത്. നിരാശപ്പെട്ട് അങ്ങ് ഇരുന്ന അവസാനം വരെ പോവലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആയാൽ ആ കംബാക്ക് നിങ്ങൾ എന്ത് ചെയ്യും? മുന്നിലോട്ട് എത്തിക്കും. ആൻഡ് റിസൾട്ട് ഹൈ ആയി കിട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നവരോടാണ് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ എടുത്ത എഫേർട്ടിന്റെ ഫലമാണ് വന്നേക്കുന്നത്. പക്ഷെ അതിൽ മതിമറന്ന് മുന്നോട്ട് പോകാനും പാടില്ല. ഓക്കെ, 1-2 ദിവസം കഴിഞ്ഞാൽ ആ ഹാങ് ഓവർ ഒക്കെ മാറിയിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുക തന്നെ വേണം. ആൻഡ് ഓണപരീക്ഷയിൽ ഫോക്കസ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സന്തോഷിച്ചതൊക്കെ നേരെ ശരിക്കും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ, അതാണ് ഒറിജിനൽ റിസൾട്ട്, ഇതല്ല. ആ റിസൾട്ട് വരുമ്പോൾ വിഷമിക്കുന്ന അവസ്ഥയിലോട്ട് പോകരുത് മക്കളെ. സോ ഇത് കേട്ടോണ്ടിരിക്കുന്ന വിഷമിക്കുന്ന സന്തോഷിക്കുന്ന എല്ലാ മക്കളോടും ഒരൊറ്റ കാര്യം, ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ പഠിക്കുക. നിങ്ങളുടെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു ടൂൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ലിങ്ക് താഴെ കാണാം. അതിൽ പോയി നിങ്ങളുടെ റിസൾട്ട് അടിച്ചു കൊടുക്കുക. സോ അവർ നിങ്ങൾക്ക് അനലൈസ് ചെയ്യും നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് ഇംപ്രൂവ് ചെയ്യണം, എന്താണ് നിങ്ങളുടെ റിസൾട്ടിന്റെ അവസ്ഥ, +2 A+ കിട്ടാൻ എത്ര മാർക്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് മനസ്സിലാകും. സോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. അവസാനമായിട്ട് ഞാൻ പോകുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. നിങ്ങൾ ഇതൊരു തുടക്കം മാത്രമായിട്ട് കാണുക, ഒന്നിന്റെയും അവസാനമല്ല. ഒരു രീതിയിലും വിഷമിക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങും. നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങിയിരിക്കും. അത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥതയോടെ സ്വന്തം പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോയിക്കോ. അത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.